ഹലോ ഹായ്. അപ്പോൾ ഈ ഒരു യാത്ര എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായിട്ട് ഫസ്റ്റ് ടൈം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം ടു പത്തനംതിട്ടയാണ് യാത്ര. അപ്പോൾ പത്തനംതിട്ട പന്തളത്താണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. കൂടുതലും ട്രെയിനിനെക്കാട്ടിയും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബസ് യാത്രയാണ്. നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആറ്റിങ്ങിൽ നിന്നും വെഞ്ഞാറമൂട് വന്നിട്ടാണ് കേട്ടോ പന്തളത്തിലേക്ക് ബസ് കയറിയത്. അങ്ങനെ ഞാൻ പന്തള രാജ്യത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു എക്സ്പീരിയൻസിന് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെന്നെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പന്തളമൊക്കെ കൊള്ളാം. അയ്യോ മഴ 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 എന്തൊരു ഡേ. നിങ്ങള് നാട്ടിൽ വന്നപ്പോ മഴ ആയി പോയല്ലോ. മഴ ഇല്ലല്ലോ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴേ പന്തളം കൊട്ടാറ് ശരിക്കും ഞാൻ ആറ്റിങ്ങിൽ നിന്ന് ബസ് കയറുമ്പോഴത്തേക്കും എൻ്റെ ത്രൂ ഔട്ട് ഫോണിൽ ഒരു എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങ് എത്തുന്നത് വരെ അവൾ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. മഴ ഒഴിച്ച് ഒരുപാട് ലേറ്റൊന്നും ആവാതെ തന്നെ അവളുടെ അടുത്ത് എത്താൻ പറ്റി. അങ്ങനെ ഗംഗയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ചൂടെ ചിരിക്കണേ. വേണ്ട അവിടെ അങ്ങനെ അവളുടെ വീട്ടിലൊക്കെ എത്തി. പിന്നെ ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇതേ റെഡി ആയിട്ടിരിക്കുവാണ്. മന്തിയാണ് ഗൈസ്, മന്തി. അപ്പോൾ അവളുടെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വയറ് നിറച്ച് കഴിച്ചു. ചിരിച്ചേ തരാം. ഒരു ഉമ്മ താ ഇങ്ങോട്ട്. നിന്നെ കാണാനാണ് ഞാൻ വന്നിട്ട് ഇവിടെ. നിന്നെ കാണാനും വന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. അപ്പോൾ ഇവളുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആണ് ഞാനിപ്പോൾ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷെ മഴയായതുകൊണ്ട് ഇവിടെ നല്ല വെള്ളം കലങ്ങിയിട്ടാണ് വരുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് സാധാരണ ഇവിടെ കുളിക്കുകയും തുണി കഴുകുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ആൾക്കാർ വന്നിട്ട്. അപ്പോൾ പിറ്റേ ദിവസം ഫുൾ ഡേ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ വാഗമൺ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാം, അങ്ങനെയും ഉപകാരമുണ്ട്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ എന്തായാലും പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം നല്ല മഴയും ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. അപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് അതിമനോഹരമായ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഭംഗിയൊന്ന് നിങ്ങൾ കാണേണ്ടതാണ്. നല്ലതാണ്. മതിയാ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അത് പിള്ളേരൊക്കെ ഇതേ വാഗമണ്ണ് വന്ന് മഴയത്ത് റോഡിലിറങ്ങി ഡാൻസൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. മൂടി. അപ്പോൾ വാഗമണ്ണിൽ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തൊരു പ്ലേസാണ് ടീ ലേക്ക് ബോട്ടിംഗ് ഹൗസിലാണ്. അതിമനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ലേക്കിലാണ് ഈ ബോട്ടിങ് നടക്കുന്നത്. അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ 10 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബോട്ടിങ്ങിന് കയറുന്നതിന് 50 രൂപയാണ് ഫീസ്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിനകത്ത് കയറുന്നതിന് 50 രൂപയാണ് കേട്ടോ ഫീസ്. ഇപ്പോൾ വാഗമണ്ണ് നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഈ പ്ലേസൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ മഴയും അതേപോലെ തന്നെ നല്ല കോടയും ഒക്കെ ഇറങ്ങിയ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ആ കുഞ്ഞിനെ ഓർമ്മ ചെറുതായിട്ടോ നടക്കാതിരിക്കും. നടക്കുന്ന ദിവസമല്ല.
അങ്ങനെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളതേ ബോട്ടിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് വരെ ദേ സേഫ് ജാക്കറ്റ് ഇട്ട് റെഡിയായി നിൽക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നത് കൊണ്ട് എന്തായാലും ബോട്ടിങ് ചെയ്യുന്നതിനിടയ്ക്ക് മഴ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ചെറിയ രീതിയിലൊക്കെ മഴയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ബോട്ടിങ് ചെയ്ത് തിരിച്ച് വരുന്നത് വരെ എന്തായാലും മഴയില്ലായിരുന്നു കേട്ടോ. അതൊരു ഭാഗ്യമായി. താഴ്വാരം വേണ്ട. ഇരുപത് മിനിറ്റ് അങ്ങനെ ബോട്ടിങ് ചെയ്തു. അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. ശരിക്കും ഈ കളറല്ല കേട്ടോ വെള്ളത്തിന്, മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഈ കളർ ആയതാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തുഴഞ്ഞ് എങ്ങനെയെങ്കിലും കരക്കടുപ്പിച്ചു ഗെയ്സ്. അപ്പോൾ ഇവിടെ ബോട്ടിങ് മാത്രമല്ല, ഈ പാലത്തിൽ കൂടി നടന്ന് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു. എന്തായാലും വരുന്നവരെല്ലാവരും ഈ ഒരു പ്ലേസ് മിസ്സ് ചെയ്യാതെ കയറി കാണണം കേട്ടോ. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ സിനിമ ഷൂട്ടിങ്ങൊക്കെ ഈ ഒരു പ്ലേസ് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വഴിയോര കടയിൽ കയറി നല്ല ചൂട് ചായയും ചൂട് പഴംപൊരി അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്ന പഴംപൊരിയാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തത് പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഗമണ്ണിൽ പോകുന്നവരാരും ഈ പൈൻ ഫോറസ്റ്റ് മിസ്സ് ചെയ്യാറില്ല. അപ്പോൾ ശരിക്കും ഒരുപാട് പേര് ഇവിടെ റീൽസൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാനും കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് ഒരു 1 അവറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങളും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് 150ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ ചോക്ലേറ്റിൻ്റെ വില. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മേടിച്ചു ചോക്ലേറ്റും കുറച്ച് മിഠായിയൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് മേഡോസിലാണ്, മൊട്ടക്കുന്നിലാണ് കേട്ടോ. വാഗമൺ മൊട്ടക്കുന്നിലാണ് എത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ 6 മണി വരെയാണ് എൻട്രി ടൈം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഞങ്ങൾ അകത്ത് കയറി ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആ ടൈമിൽ ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങളോട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഇറങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി നമ്മൾ പോയി വീഡിയോ എടുത്തു. അപ്പോൾ ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എങ്ങും പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ഈ മൊട്ടക്കുന്നിൽ സ്പെൻഡ് ചെയ്തു. ഞാനിവിടെ മൊട്ടക്കുന്നിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് പെർ ഹെഡിന് 10 രൂപയാണ്. അപ്പോൾ ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും അവിടെ ഇതേപോലെ തന്നെ ഓരോ മലകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങൾ മെഡോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ആൾക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു, നല്ല സ്നോയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് പൂങ്കാവനം കള്ളുഷാപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫാമിലി റെസ്റ്റോറൻറ്റും കൂടി ആണ്. ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിന്നർ ഞങ്ങൾ നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് സ്നാക്സും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വിശപ്പില്ലാത്തത് കൊണ്ടാണ് ലഞ്ച് ഞങ്ങൾ സ്കിപ്പ് ചെയ്തത്. ഒരു വലിയ ഫാമിലിക്ക് വന്നാലും ഇരിക്കാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഈ കള്ളുഷാപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഹൈജീനിക്കുമായിരുന്നു. അപ്പോൾ കാന്താരിക്കള്ളും മുന്തിരിക്കള്ളും അങ്ങനെ കുറേ കള്ളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്തിരിക്കള്ളാണ് കേട്ടോ വരുത്തിയത്. അപ്പോൾ ലേഡീസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക് തന്നെയായിരുന്നു മുന്തിരിക്കള്ള്.
അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പയും പോർക്കും ബീഫ് ഫ്രൈയും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ റോസ്റ്റും പിന്നെ അത് കേര കറിയും പിന്നെ കൂന്തലും അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാനായിട്ട് പെറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിച്ചു. അപ്പോൾ ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്നലെ ഗംഗയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല, കാര്യം ഒരുപാട് ടയേർഡൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ട്രിവാൻഡ്രത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടിരിക്കുവാണ്. അപ്പോൾ രാവിലെ ടീയൊക്കെ കുടിച്ച് പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗംഗയ്ക്ക് ശരിക്കും വിഷമമായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് പോവാം അല്ലെങ്കിൽ വൈകുന്നേരം പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരമൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ദേ ഇറങ്ങി. അപ്പോൾ അവൾ എന്നെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടാക്കി തരും കേട്ടോ. അയ്യോ അവിടുത്തെ അമ്മയെടുത്ത് പറഞ്ഞില്ലല്ലോ. ഒരു ഉമ്മ തരൂ, ഒരു ഉമ്മ തരൂ. ഞാൻ പോവേ ഒരു ഉമ്മ താ. എന്നെ വേണ്ടേ നിനക്ക്? എന്നെ വേണ്ടായോ? എന്റെ ഭഗവാനെ ഇത് കണ്ടോ? നീ നമുക്ക് പോവാല്ലേ? അയ്യോ സുഭാഷേ, എന്നെ വേണ്ട, ആരെയും വേണ്ട, പോവുക. വല്ലവരും ഇതുപോലെ കൊണ്ടുപോവേ. കേറിയിരുന്നു. ശരിക്കും അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ അവിടുത്തെ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അടുപ്പം തോന്നി കേട്ടോ ഫാമിലി ആയിട്ട്. അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗംഗയുടെ വീട്ടിൽ വീണ്ടും വരും. മണികണ്ഠൻ ആൽത്തറയാണിത്. മണികണ്ഠൻ അതായത് അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ പുലിയുമായിട്ടല്ലേ, പുലിപ്പാലുമായിട്ട് വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. കിട്ടിയത് ഇവിടെ നിന്നല്ല. അപ്പോൾ പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ മണികണ്ഠൻ ആൽത്തറ. ഇവിടെയാണ് നമ്മുടെ അയ്യപ്പൻ പുലിപ്പാലുമായിട്ട് വന്ന് ഇറങ്ങിയ സ്ഥലമെന്ന് പറയപ്പെടുന്നു. പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ, അയ്യപ്പൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ അയ്യപ്പൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ വണ്ടി കയറി പോകുന്നത് വരെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടിയും നല്ലൊരു സിസ്റ്ററിനെ കിട്ടിയത് ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഗംഗ താങ്ക് യു സോ മച്ച് കേട്ടോ, ഒത്തിരി സന്തോഷം.